kinked demand curve or Sweezy's kinked demand curve. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒലിഗോപ്പൊളിയുടെ ഒരു ഫീച്ചറാണ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ്. എന്താണ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് ഓർ സ്വീസീസ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ എന്നുള്ളത് നോക്കാം. is a theory used to explain price rigidity in oligopoly markets. ഒലിഗോപ്പൊളി മാർക്കറ്റിൽ പ്രൈസ് റിജിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറിയാണ് സ്വീസി ഡെവലപ്പ് ചെയ്ത കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. ഈ ഒരു മോഡൽ പോൾ സ്വീസിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറഞ്ഞു ഇൻ ദി ഇയർ 1939 ആൻഡ് provides insights into the behavior of firms operating in oligopolistic ഇൻഡസ്ട്രീസ്. ഈ ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ബിഹേവിയർ, അവർ ഏത് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്ന ഒരു മോഡലാണ് ഈ പറയുന്ന സ്വീസീസ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു ദി ബിഹേവിയർ ഓഫ് ഫേംസ് ഓപ്പറേറ്റിംഗ് ഇൻ ഒലിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രീസ്. ഹിയർ കിങ്ക്ഡ് ഡിമാൻഡ് കർവ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കൺവെൻഷണൽ ഡിമാൻഡ് കർവ്. കൺവെൻഷണൽ ഡിമാൻഡ് കർവിന് പകരം യൂസ് ചെയ്യുന്നതാണ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ്. രണ്ട് അസംഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രൈസ് റിയാക്ഷൻ, സെക്കൻഡ് വൺ ഈസ് പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ്. എന്താ പ്രൈസ് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് റിയാക്ഷൻസ് ആണ് പ്രൈസ് ഇൻക്രീസിനും പ്രൈസ് ഡിക്രീസിനും ഉണ്ടാവുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്താലോ പ്രൈസ് ഡിക്രീസ് ചെയ്താലോ ഒരേപോലെ ആയിരിക്കില്ല ഫേംസ് ബിഹേവ് ചെയ്യുന്നത്, മറ്റ് ഫേംസ് ബിഹേവ് ചെയ്യുന്നത്. ഫേം എ പ്രൈസ് ഡിക്ലൈൻ ചെയ്താൽ മറ്റ് ഫേംസ് ബിഹേവ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ഫേംസ് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഉള്ള ബിഹേവിയറും മറ്റ് ഫേംസിൻ്റെ ബിഹേവിയറും ഡിഫറെൻ്റ് ആണ്. ഇഫ് വൺ ഫേം ലോവേഴ്സ് ഇറ്റ്സ് പ്രൈസ് കുറച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ മറ്റ് ഫേംസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഫോളോ ഇറ്റ് ടു അവോയ്ഡ് ലോസിങ് മാർക്കറ്റ് ഷെയർ ലോസ് ചെയ്യുമല്ലോ. ആദ്യം കുറച്ചാൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ, പ്രൈസ് കുറക്കുന്ന ആൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഫേംസും എന്ത് ചെയ്യും? പ്രൈസ് റിഡക്ഷൻ എന്നുള്ള ആ ഒരു ആക്ഷൻ ഫോളോ ചെയ്യും. ഇനി ഇഫ് വൺ ഫേം റേസസ് ഇറ്റ്സ് പ്രൈസ് കൂട്ടിയാലോ മറ്റുള്ളവർ കൂട്ടുമോ? ഇല്ല. അതേഴ്സ് വിൽ മെയിൻറ്റെയിൻ ദെയർ പ്രൈസസ് ടു ക്യാപ്ചർ ദി മാർക്കറ്റ് ഷെയർ ലോസ്റ്റ് ബൈ ദി പ്രൈസ് റേസിംഗ് ഫേം എ പ്രൈസ് കൂട്ടിയെന്ന് വിചാരിച്ചോ, പ്രൈസ് കൂട്ടിയ ഫേംസിന് എന്തുണ്ടാവും? നഷ്ടം ഉണ്ടാവും. ആരെങ്കിലും അങ്ങോട്ട് പോവുമോ? കാരണം മറ്റ് ഫേംസിൻ്റെ പ്രൈസ് എല്ലാം സെയിം ആണ്. അപ്പോൾ മറ്റ് ഫേംസ് ഈ ഒരു ആക്ഷൻ ഫോളോ ചെയ്യുകയില്ല. കാരണം എന്താണ്? ഈ ഒരു ഫേം, അതായത് ഫേം എ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ആ ഇൻക്രീസ് ചെയ്ത ഫേമിൻ്റെ മാർക്കറ്റ് ഷെയറും കൂടെ നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ബിഹേവിയറാണ് ഫേംസിൻ്റെ ഇടയിൽ, മറ്റ് ഫേംസിൻ്റെ ഇടയിൽ ഉണ്ടാവുക. ഇതാണ് പ്രൈസ് റിഡക്ഷനും പ്രൈസ് ഇൻക്രീസും ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫേംസിൻ്റെ റിയാക്ഷൻസ്. പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്, ഇതാണ് അടുത്ത അസംഷൻ. There exists a prevailing market price which remains stable over time due to the rigid behavior of firms. ഈ ഒരു ഡിഫറെൻറ്റ് പ്രൈസ് റിയാക്ഷൻ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ കൊണ്ടൊരു ഗുണം ഇല്ലാത്തത് കൊണ്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യും? പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്, ഒരു മാർക്കറ്റ് പ്രൈസ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ഒരു പ്രൈസ് റിജിഡിറ്റി അവിടെ ഉണ്ടാവും. ദർ എക്സിസ്റ്റ് എ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് വിച്ച് റിമെയിൻസ് സ്റ്റേബിൾ ഓവർ ടൈം. കാരണം ഡ്യൂ ടു ദി റിജിഡ് ബിഹേവിയർ ഓഫ് ഫേംസ്, ഈ ഫേംസിൻ്റെ ഒരു റിജിഡ് ബിഹേവിയർ കാരണം എപ്പോഴും എന്തുണ്ടാവും? ദർ എക്സിസ്റ്റ് എ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് ഫ്ലെക്സിബിൾ അല്ല, പ്രൈസ് റിജിഡിറ്റിയാണ് ഇവിടെ ഉണ്ടാവുക. ഇനി ബിഹേവിയറൽ പാറ്റേൺ ഓഫ് ഫേംസ്, അത് കുറച്ചും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ ഒരു ബിഹേവിയറിൽ ഉണ്ടാവുന്ന അസിമെട്രി, അതായത് സിമെട്രി പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് സിമെട്രി. അതുപോലെ അസിമെട്രിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തതരമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയല്ല, രണ്ട് പ്രൈസ് ഇൻക്രീസിനും പ്രൈസ് ഡിക്രീസിനും ഡിഫറെൻറ്റ് ബിഹേവിയർ ആണ് എന്നുള്ളതാണ് അസിമെട്രിക് ബിഹേവിയർ. ദർ ഈസ് എൻ അസിമെട്രിക് ബിഹേവിയർ എമംഗ് ഒലിഗോപ്പൊളി സെല്ലേഴ്സ് ഓർ ഒലിഗോപ്പൊളി ഫേംസ്. ഒലിഗോപ്പൊളി ഫേംസിൻ്റെ ഇടയിൽ എന്തുണ്ട്? ദർ ഈസ് എൻ asymmetric behavior. Reaction to price increase is different from the reaction to price decrease. Price increase എന്നുള്ള റിയാക്ഷനും പ്രൈസ് ഡിക്രീസിനുള്ള റിയാക്ഷനും എന്താണ്? ഈസ് ഡിഫറെൻറ്റ്.
സോ കൺവെൻഷണൽ ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ദി കേസ് ഓഫ് ഒലിഗോപ്പൊളി മാർക്കറ്റ്. ഇങ്ങനെയുള്ള ഒരു ഡിഫറെൻറ്റ് ബിഹേവിയർ ഉള്ളത് കൊണ്ട് കൺവെൻഷണൽ ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ദി കേസ് ഓഫ് ഒലിഗോപ്പൊളി മാർക്കറ്റ്. കൺവെൻഷണൽ ഡിമാൻഡ് കർവ് പറഞ്ഞാൽ എന്താ? ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് നമ്മൾ മൊണോപ്പൊളിയിലും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവില്ലേ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ മൊണോപ്പൊളിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഡിമാൻഡ് കർവ്, അതാണ് കൺവെൻഷണൽ ഡിമാൻഡ് കർവ്. ആ ഒരു കൺവെൻഷണൽ ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ബിക്കോസ് ഓഫ് പ്രൈസ് റിജിഡിറ്റി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബിഹേവിയർ എമംഗ് ഫേംസ് ടു പ്രൈസ് ഇൻക്രീസ് ആൻഡ് പ്രൈസ് ഡിക്രീസ്. ഇനി എന്താ ഈ ഒരു ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഡിഫറൻസ് വരുന്നത് കൊണ്ട് എന്തായിരിക്കും ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. കിങ്ക്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഒരു കിങ്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒടിവാണ്. ഡിമാൻഡ് കർവ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് അങ്ങനെയല്ല, ഒരു ഒടിവ് ഉണ്ടാവും ഒരു ഡിമാൻഡ് കർവിൽ. പ്രൈസ് ഡിക്രീസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? when a firm reduces its price below the prevailing market price. നമ്മൾ പറഞ്ഞു there exists a prevailing market price. മാർക്കറ്റിലൊരു എക്സിസ്റ്റിംഗ് പ്രൈസ് ഉണ്ടാവും, റൂളിംഗ് പ്രൈസ് ഉണ്ടാവും. അതിന് താഴേക്ക് ഫേംസ് പ്രൈസ് റെഡ്യൂസ് ചെയ്താൽ എന്ത് ചെയ്യും? അതർ ഫേംസ് ഫോളോ ദി പ്രൈസ് റിഡക്ഷൻ ടു അവോയ്ഡ് ലോസിങ് കസ്റ്റമേഴ്സ്. മറ്റ് ഫേംസും അത് ഫോളോ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ലോസിങ് കസ്റ്റമേഴ്സ്. ഒരാൾ പ്രൈസ് കുറച്ചാൽ എല്ലാ കസ്റ്റമേഴ്സും പ്രൈസ് കുറച്ച ആളുടെ അടുത്തേക്ക്, എവിടെയാണോ സാധനത്തിന് വില കുറവുള്ളത് അവിടേക്കായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതർ ഫേംസ് എന്ത് ചെയ്യും? പ്രൈസ് റെഡ്യൂസ് ചെയ്യും. ആസ് എ റിസൾട്ട് ഡിമാൻഡ് ഫോർ ദി ഫേംസ് പ്രോഡക്റ്റ് ബിക്കംസ് ലെസ് പ്രൈസ് ഇലാസ്റ്റിക്. അപ്പോൾ ആദ്യം പ്രൈസ് കുറച്ചാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ആദ്യം പ്രൈസ് കുറച്ചാൾ ആ ഒരു ആക്ഷൻ ബാക്കി എല്ലാവരും ഫോളോ ചെയ്യുമ്പോൾ എല്ലാവരുടെ പ്രൈസും എന്തായി? സെയിം തന്നെ ആയി മാറി. അപ്പോൾ ആദ്യം പ്രൈസ് കുറച്ചാൾക്ക് എന്തുണ്ടാവില്ല? മറ്റ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനോ ഇവരുടെ പ്രൈസ് കുറഞ്ഞത് കാരണം ഡിമാൻഡ് കൂട്ടാനോ കഴിഞ്ഞിട്ടില്ല. സോ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് എന്തായിരിക്കും? വളരെ കുറവാണ്. ഒരു പ്രൈസ് കുറച്ചുകൊണ്ട് അവർക്ക് ഡിമാൻഡ് കൂടിയോ? കൂടിയിട്ടില്ല. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് പ്രൈസ് ഇലാസ്റ്റിക് ആണ് ലോവർ പാർട്ട് ഓഫ് ഡിമാൻഡ് കർവ്. ലോവർ പോർഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ഈസ് സ്റ്റീപ്പർ വിച്ച് മീൻസ് ലെസ് പ്രൈസ് ഇലാസ്റ്റിക്. ഇനി പ്രൈസ് ഇൻക്രീസ്. ഇഫ് എ ഫേം റേസസ് ഇറ്റ്സ് പ്രൈസ്, ഫേം പ്രൈസ് ഇൻക്രീസ് ചെയ്തു എബോവ് ദി പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ പറഞ്ഞു ദർ എക്സിസ്റ്റ് എ പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓർ റൂളിംഗ് മാർക്കറ്റ് പ്രൈസ്. അതിന് മേലേക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതർ ഫേംസ് ഡു നോട്ട് ഫോളോ ഇറ്റ്. മറ്റ് ഫേംസ് എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. ദിസ് ലീഡ്സ് ടു എ സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് കസ്റ്റമേഴ്സ് ഫോർ ദി പ്രൈസ് ഇൻക്രീസിങ് ഫേം, മേക്കിംഗ് ദി ഡിമാൻഡ് കർവ് മോർ പ്രൈസ് ഇലാസ്റ്റിക്. സോ ആദ്യം പ്രൈസ് ഇൻക്രീസ് ചെയ്ത ഫേമിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാവും കമ്പയർഡ് ടു അതർ ഫേം. അങ്ങനെ ആവുമ്പോൾ ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്തവർക്ക് കസ്റ്റമേഴ്സിന് നഷ്ടപ്പെടും. പ്രൈസ് ഇൻക്രീസ് കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്തു, വിച്ച് മീൻസ് ഹൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. മോർ പ്രൈസ് ഇലാസ്റ്റിക് ആണ് അപ്പർ പാർട്ട് ഓഫ് ദി ഡിമാൻഡ് കർവ്. ലോവർ പാർട്ടും അപ്പർ പാർട്ടും പറയുന്നത് എന്തിന് താഴെയാണ്? ഒരു റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവും. നമ്മൾ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിസിൽ പ്രൈസും അല്ലേ എടുക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ അവിടെ എന്തുണ്ടാവും? അതായിരിക്കും റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് ഓർ പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിന് താഴേക്കുള്ള പോർഷനും മേലേക്കുള്ള പോർഷനും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. റൂളിംഗ് മാർക്കറ്റ് പ്രൈസിന് താഴേക്ക് എന്ന് പറയുമ്പോൾ പ്രൈസ് ഡിക്ലൈൻ ചെയ്യുന്നതാണ്. പ്രൈസ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ ലെസ് പ്രൈസ് ഇലാസ്റ്റിക് ആണ്. മറ്റ് ഫേംസും അത് ഫോളോ ചെയ്യുന്നത് കാരണം ആദ്യം പ്രൈസ് ഡിക്ലൈൻ ചെയ്ത ഫേമിന് എന്തുണ്ടാവില്ല? കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്രൈസ് ചേഞ്ച് വന്നതുകൊണ്ട് ഡിമാൻഡിൽ വലിയ മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനർത്ഥം ലെസ് ഇലാസ്റ്റിക് ആണ്, ലെസ് പ്രൈസ് ഇലാസ്റ്റിക് ആണ്. ലെസ് പ്രൈസ് ഇലാസ്റ്റിക് ആണെങ്കിൽ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും?
സ്റ്റീപ്പർ ആയിരിക്കും. ഇനി അപ്പർ പാർട്ട് ഓഫ് ദി ഡിമാൻഡ് കർവ് ഓർ പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസിന് മേലേക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും, മറ്റ് ഫേംസ് ആരും തന്നെ അത് ഫോളോ ചെയ്യില്ല. പ്രൈസിലുണ്ടാവുന്ന മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കും. ഡിക്ലൈൻ ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അത് കാരണം അവിടെ എന്ത് സംഭവിക്കും, ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, റെസ്പോൺസീവ്നെസ് കൂടിയതുകൊണ്ട് ഹൈ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡാണ്, ഫ്ലാറ്റർ ആയിരിക്കും upper portion of the demand curve. As a result of this behavioral pattern, demand curve will be kinked at the ruling market price. Ruling market price or prevailing market price ഒരു പെർട്ടിക്കുലർ പ്രൈസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ എന്തായിരിക്കും, ഡിമാൻഡ് കർവ് വിൽ ബി കിങ്ക്ഡ്. ഇനി നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ് ആക്സിസിൽ എന്താ ചെയ്യുന്നത്, എക്സ് ആക്സിസ് മെഷേഴ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓൺ ദി വൈ ആക്സിസ് നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്, പ്രൈസ് കോസ്റ്റ്. ഇവിടെ എഴുതിയിട്ടുള്ളത് പ്രൈസ് ഓർ കോസ്റ്റ് എന്നാണ്. പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒ പി ആണ്. ഒ പി ഇവിടെയാണ് പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ്. ഇവിടെ ഒരു കിങ്ക് കണ്ടില്ലേ, അവിടെയാണ് പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസും ക്വാണ്ടിറ്റി എവിടെ ഉണ്ടാവും, എക്സ് ആക്സിസിൽ ക്യൂ എന്ന് അടയാളപ്പെടുത്തിയത്. ഡിമാൻഡ് കർവ് എന്താ കാണിക്കുന്നത്, ഇറ്റ് ഷോസ് എ കിങ്ക് അറ്റ് ദി പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് ഒ പി. ഈ ഒരു ഒ പി എന്ന പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസിൽ എന്തുണ്ടാവും, ഇ എന്ന പോയിന്റിൽ കിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഒ പി എന്ന റൂളിംഗ് പ്രൈസിൽ ഒരു കിങ്ക് അറ്റ് പോയിന്റ് ഇ അവിടെ കാണാൻ വേണ്ടി പറ്റും. കിങ്ക് പറഞ്ഞ ഒരു ഒടിവ് എന്നുള്ളതാണ് അർത്ഥം. ഒടിവ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഡി ആണ് ഡിമാൻഡ് കർവ്. ഇവിടെ പേരിങ്ങനെ ഡി ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നുകിൽ ഇത് ഡി ആക്കുക, അല്ലെങ്കിൽ സ്മോൾ ഡി, ഈ ഡി എന്നുള്ളത് മാറ്റി എഴുതുക. ഞാനിവിടെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഡി ഈസ് ദി ഡിമാൻഡ് കർവ്. ദി ലോവർ പോർഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ബിലോ ഒ പി. ഒ പിക്ക് താഴെയുള്ള പോർഷൻ ഓഫ് ഡിമാൻഡ് കർവ്, ദാറ്റ് ഈസ് ഇ ഡി എന്നുള്ള ഈ ഒരു പോർഷൻ, അതെന്താ കാണിക്കുന്നത്, വിച്ച് ഈസ് സ്റ്റീപ്പ് അല്ലേ, സ്റ്റീപ്പറാണ് കമ്പയർഡ് ടു ഡി ഇ എന്നുള്ള ഈ ഒരു പോർഷൻ. ഡി ഇ പോർഷനേക്കാളും സ്റ്റീപ്പറാണ് ഇ ഡി എന്നുള്ള പോർഷൻ. ദാറ്റ് ഈസ് ലോവർ പോർഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ്, that is below OP, below the ruling price OP is steep, indicating lower price elasticity of demand due to the price matching behavior of competitors. ഇതെന്താ കാണിക്കുന്നത്, ലോവർ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡാണ്. കാരണം കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യും, പ്രൈസ് മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഡിക്ലൈനിങ് പ്രൈസിൽ എല്ലാവരും ആ ഒരു ആക്ഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പ്രൈസ് മാച്ചിങ് ബിഹേവിയർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ലോവർ പാർട്ട് ഓഫ് ഡിമാൻഡ് കർവ് ഓർ ബിലോ ഒ പി, ബിലോ റൂളിംഗ് പ്രൈസ്, ഡിമാൻഡ് കർവ് വിൽ ബി മോർ സ്റ്റീപ്പർ. അപ്പർ പോർഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ഈസ് മോർ ഫ്ലാറ്റർ. ദാറ്റ് ഈസ് DE ഈസ് മോർ ഫ്ലാറ്റർ. ഇറ്റ് ഷോസ് ഹൈ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇതെന്താ കാണിക്കുന്നത്, ഹൈ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡാണ്. കാരണം എന്താ, എല്ലാവരും പ്രൈസ് മാച്ചിങ് ബിഹേവിയർ ഉണ്ടാവുമോ. ഒ പി എന്നുള്ള റൂളിംഗ് പ്രൈസിന് മേലേക്ക് പ്രൈസ് കൂട്ടിയാൽ മറ്റ് ഫേംസ് പ്രൈസ് മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമോ, ഒരിക്കലുമില്ല. അവർ വിചാരിക്കും ഈ പ്രൈസ് കൂട്ടിയ ഫേംസിൻ്റെ കസ്റ്റമേഴ്സിനും കൂടെ നമുക്ക് കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ട് അവർ എന്ത് ചെയ്യില്ല, പ്രൈസ് മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല. ഇനി അടുത്തതാണ് മാർജിനൽ റവന്യൂ കർവ്. MR കർവ് എന്താണ്, ഈസ് ഡിസ്കണ്ടിന്യൂസ് ഇൻ ഒലിഗോപ്പൊളി മാർക്കറ്റ്. MR കർവ് എപ്പോഴും ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡൗൺവാർഡ് സ്ലോപ്പിംഗ് അല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ഇവിടെ ആ ഒരു റൂളിംഗ് പ്രൈസിന് നേരെ താഴെയുള്ള പോർഷൻ കണ്ടോ, AB എന്നുള്ളത്, അവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ത് എന്ന് പറയുന്നത്, മാർജിനൽ റവന്യൂ കർവ്. MR curve has two segments in the graph. Discontinuity in the MR curve occurs between A and B. എയും ബിയും
ആ ഒരു പോർഷനിലാണ് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുന്നത്. MR curve is vertical in between points A and B. പോയിന്റ് എൻ്റെയും ബിൻ്റെയും ഇടയിൽ എന്താണ് MR curve എന്താണ് വേർട്ടിക്കലാണ്, വേർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒക്കേഴ്സ് അറ്റ് ദി പോയിന്റ് വേർ MC curve passes through the discontinuous portion of the MR curve. എവിടെയാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്? MC curve MR curveൻ്റെ ഈ ഒരു ഡിസ്കണ്ടിന്യൂസ് പോർഷനിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പോയിന്റിൽ മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യും. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറഞ്ഞാൽ നമുക്കറിയാം, മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ്. അത് ഒലിഗോപ്പൊളി മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഈ ഒരു ഡിസ്കണ്ടിന്യൂസ് പോർഷൻ. ഇൻ ദി ഗ്രാഫ് AB ഈസ് ദി ഡിസ്കണ്ടിന്യൂസ് പോർഷൻ. ഈ ഒരു ABയിലേക്ക് കൂടെ MC കർവ് പാസ് ചെയ്യുന്ന പോയിൻ്റാണ്. നമ്മൾ MC1ഉം MC2ഉം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. രണ്ട് മാർജിനൽ കോസ്റ്റ് കർവാണ്. അതിൽ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കാണിക്കാനാണ് രണ്ട് കർവുകൾ വച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വരയൊന്നും കാര്യമാക്കേണ്ട, അത് AB എന്നുള്ളത് ഡിസ്കണ്ടിന്യൂസ് പോർഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതാണ്. ആകെ വരക്കേണ്ടത് DAB MR എന്നുള്ള കർവാണ്. അതാണ് MR കർവ്. ആ ഒരു MR കർവിൻ്റെ ഡിസ്കണ്ടിന്യൂസ് പോർഷൻ AB ആണ്. ആ AB പോർഷനിലൂടെയാണ് MC1ഉം MC2ഉം രണ്ട് മാർജിനൽ കോസ്റ്റ് കർവാണ്. MC2 എന്നുള്ള കർവ് മേലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് MC1. അതായത് മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അങ്ങനെ രണ്ട് മാർജിനൽ കോസ്റ്റ് കർവ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ക്വാണ്ടിറ്റിയിൽ ഒരു മാറ്റവും, മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. പ്രൈസും മാറുന്നില്ല, ക്വാണ്ടിറ്റിയും മാറുന്നില്ല. പ്രൈസ് OP തന്നെയാണ്. കാരണം ഈ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് ഈക്വൽ ആവുന്ന പോയിൻ്റാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിൻ്റ് പറഞ്ഞു. അതിന് നേരെ മേലേക്ക് ഡിമാൻഡ് കർവിലേക്ക് കണക്ട് ചെയ്തിട്ട് Y ആക്സിസിലേക്ക് കണക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രൈസ് കിട്ടുന്നത്. OP ഈസ് ദി മാർക്കറ്റ് പ്രൈസ്, അതിലൊരു മാറ്റവും ഇല്ല. OQ ഈസ് ദി പ്രോഫിറ്റ് മാക്സിമൈസിങ് ക്വാണ്ടിറ്റി. സപ്പോസ് കോസ്റ്റ് റൈസസ്, MC curve will shift up from MC2 to MC1. MC2ന്ന് MC1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പേര് കൊടുത്തുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ട, എങ്ങനെ കൊടുത്താലും മതി. മേലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. MC2ന്ന് MC1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദിസ് വിൽ നോട്ട് ലീഡ്സ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് അണ്ടർ ഒലിഗോപ്പൊളി. ഈ ഒരു ഷിഫ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഒലിഗോപ്പൊളി മാർക്കറ്റിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നുമില്ല, ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാനും കാരണമാവുന്നില്ല. എപ്പോഴും എന്തായിരിക്കും, ഒരു റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. പ്രൈസ് റിജിഡിറ്റി ആണ്, അത് സ്റ്റേബിൾ ആയിരിക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈം. ദിസ് ഫാക്ട്സ് എക്സ്പ്ലെയിൻസ് ഒലിഗോപ്പൊളിസ്റ്റിക് പ്രൈസ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ കോസ്റ്റ്. കോസ്റ്റ് ചേഞ്ച് ചെയ്യും, ബട്ട് പ്രൈസ് ഈസ് സ്റ്റേബിൾ അണ്ടർ ഒലിഗോപ്പൊളി മാർക്കറ്റ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ളത് നോക്കാം. എപ്പോഴും ഒരു മോഡലോ അല്ലെങ്കിൽ തിയറിയോ ആവുമ്പോൾ അതിനൊരുപാട് ലിമിറ്റേഷൻസ് കാണാറുണ്ട്. എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് സ്വീസീസ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ, അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ്? അറ്റ് ഫസ്റ്റ് സൈറ്റ് ദി മോഡൽ സീംസ് ടു ബി അട്രാക്റ്റീവ് സിൻസ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദി ബിഹേവിയർ ഓഫ് ഫേംസ് റിയലിസ്റ്റിക്കലി, ബട്ട് ദി മോഡൽ ഹാസ് സെർട്ടൈൻ ലിമിറ്റേഷൻസ്. നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ ഫേംസിൻ്റെ ബിഹേവിയർ റിയലിസ്റ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നൊരു മോഡലാണ് സ്വീസീസ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു മോഡലാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് എന്ന് വിചാരിക്കുമെങ്കിലും ഈ ഒരു മോഡൽ എന്താണ്, ഈസ് നോട്ട് ഫ്രീ ഫ്രം ലിമിറ്റേഷൻസ് ഉള്ള ഒരു മോഡൽ തന്നെയാണ്. ഒന്നാമത്തത്, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ദി റൂളിംഗ് പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ്. ഈ ഒരു റൂളിംഗ് പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ദി ഡിമാൻഡ് കർവ് ഹാസ് എ കിങ്ക് അറ്റ് ദി റൂളിംഗ് പ്രൈസ്. ഡിമാൻഡ് കർവിന് റൂളിംഗ് പ്രൈസിലൊരു കിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒടിവ് ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ആര് പറഞ്ഞിട്ടുള്ളൂ, സ്വീസി അദ്ദേഹത്തിൻ്റെ മോഡലിൽ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു റൂളിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ലിമിറ്റേഷൻ, പ്രൈസ് റിജിഡിറ്റി കൺക്ലൂഷൻ ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. ഈ ഒരു പ്രൈസ് റിജിഡിറ്റി എന്നുള്ള കൺക്ലൂഷൻ എന്തല്ല, ശരിയല്ല എന്നുള്ളതാണ് അടുത്തൊരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ലിമിറ്റേഷൻ. റൈവൽ ഓർഗനൈസേഷൻസ് ഓൺലി ഫോളോ പ്രൈസ് ഡിക്രീസ് വിച്ച് ഡസ് നോട്ട് ഹോൾഡ് ട്രൂ എംപിരിക്കലി.
പ്രൈസ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ മാത്രമേ കോമ്പറ്റീറ്റർ ഫേംസ് ഓർ റൈവൽ ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഡേറ്റ അല്ലെങ്കിൽ ഇത് ഫാക്ട്സ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റ വെച്ച് നോക്കുമ്പോഴേക്ക് എന്താവുന്നില്ല, ട്രൂ ആവുന്നില്ല. എംപിരിക്കലി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത് ശരിയല്ല. പ്രൈസ് റിജിഡിറ്റി എന്നുള്ള ഒരു കൺക്ലൂഷൻ ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. നെക്സ്റ്റ് ലിമിറ്റേഷൻ, ഇഗ്നോർ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എമംഗ് ഓർഗനൈസേഷൻസ്. ഇവിടെ പ്രൈസിലല്ല കോമ്പറ്റീഷൻ, പ്രൈസിൽ മാത്രമല്ല കോമ്പറ്റീഷൻ, പ്രൈസിലല്ല എന്നല്ല, പ്രൈസിൽ മാത്രമല്ല നോൺ പ്രൈസ് കോമ്പറ്റീഷൻസ് എക്സിസ്റ്റ് എമംഗ് ഒലിഗോപ്പൊളി ഫേംസ്. ഈ ഒരു മോഡൽ എന്താ ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഓവർലുക്സ് ദി ഇമ്പാക്റ്റ് ഓഫ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻസ് വിച്ച് ഓൾസോ ഇൻഫ്ലുവൻസ് മാർക്കറ്റ് ഡൈനാമിക്സ്. അഡ്വർടൈസിങ്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഇതൊക്കെ എന്താണ്? നോൺ പ്രൈസ് കോമ്പറ്റീഷനാണ്. അങ്ങനെയുള്ള നോൺ പ്രൈസ് കോമ്പറ്റീഷനെ അത് ഈ ഒരു ഫേംസിൻ്റെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാത്തൊരു മോഡലാണ് സ്വീജീസ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് മോഡൽ.